ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു ഖത്തർ വ്ളോഗ് പാർട്ട് 2 ആയിട്ട്. അപ്പോൾ പാർട്ട് 1 ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം, കാരണം അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഇത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്. അങ്ങനെ ഇതാ അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ, ദോഹയിലുള്ള സൂക്ക് വാക്കിഫ്. ഇതൊരു 250 വർഷം പഴക്കമുള്ള ഒരു സ്റ്റാൻഡിങ് മാർക്കറ്റ് കേട്ടോ. അതായത് 250 വർഷം മുമ്പ് പല രാജ്യങ്ങളിൽ നിന്നുമുള്ള ട്രേഡേഴ്സ് ഇവിടെ വന്നിട്ട് നിന്നുകൊണ്ടാണ് സാധനങ്ങൾ വിറ്റിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് സ്റ്റാൻഡിങ് മാർക്കറ്റ്, അതായത് സൂക്ക് വാക്കിഫ് എന്ന് പേര് വന്നത് കേട്ടോ. പാർക്കിങ്ങിൽ നിന്ന് നേരെ വരുന്ന സ്ഥലമാണ് ഇത് കേട്ടോ. ഫ്രണ്ടിലെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റുകളൊക്കെ അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ കുറച്ച് നേരം അവിടെ ഇരുന്നു, കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് എന്നിട്ടാണ് നമ്മൾ സൂക്കിനകത്തേക്ക് പോയത്. പിന്നെ പഴയ സൂക്ക് വാക്കിഫിൻ്റെ പല ഭാഗങ്ങളും ഒരു തീപിടുത്തത്തിൽ നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ട്രഡീഷണൽ ഖത്തറി ആർക്കിടെക്ചർ പ്രിസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് റിനോവേറ്റ് ചെയ്തതാണ് ഇപ്പോൾ കാണുന്ന ഈ സൂക്ക് വാക്കിഫ്. അങ്ങനെ ഇതിൻ്റെ കംപ്ലീറ്റ് റിനോവേഷൻ കഴിഞ്ഞത് 2008 കേട്ടോ. ഞങ്ങളവിടെ എത്തിയപ്പോൾ ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെയിലൊക്കെ അറിയതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു അവിടെ. ഇവിടെ ടൂറിസ്റ്റിനെ അത്യാവശ്യം ഫോക്കസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ആൻറ്റിക് ഐറ്റംസ്, പെർഫ്യൂംസ്, ഗോൾഡ്, ഡ്രസ്സസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. ഓരോരുത്തർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയതും ഒക്കെ ആയിട്ട്. പിന്നെ കാണാൻ പറ്റിയ പഴയ സാധനങ്ങളും കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഓരോന്നൊക്കെ ഇത് നോക്കിയിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ ഒട്ടകം, നല്ല രസമുണ്ട്, ക്യൂട്ടായിട്ടുണ്ട് കാണാൻ. അങ്ങനെ എത്രണ്ണാ അറിയാം ഇവിടെ റേറ്റ് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്, പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ചില ഭാഗത്തൊക്കെ ട്രഡീഷണൽ സാധനങ്ങൾ കൂടുതലുള്ളിടത്തൊക്കെ അത്യാവശ്യം ഉണ്ട്, എക്സ്പെൻസീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. ചിലയിടത്ത് സാധാ നമ്മൾ നോർമൽ പ്രൈസൊക്കെ തന്നെ ആയിട്ടാണ് കൊടുക്കുന്നത്. അവിടെ ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഓരോരോ ഷോപ്പ് ഉള്ളതുകൊണ്ട് ഒന്നിന്ന് കഴിഞ്ഞാൽ ഒന്നിക്ക് അങ്ങനെ നോക്കി പോയിരുന്നു കേട്ടോ. അവിടെ മറ്റേ നമ്മൾ ഖത്തറിൻ്റെ സ്റ്റാമ്പ് അങ്ങനത്തെ ഓരോ സംഭവങ്ങളുണ്ട്. ഒക്കെ പഴയ ഷോപ്പുകളാണ് കേട്ടോ. കുറേ മലയാളീസും ഉണ്ട് അവിടെ. ഇത് മലയാളീസിൻ്റെ ഷോപ്പിൽ നിന്ന് തോന്നുന്നു നമുക്ക് കയറി നോക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ അതാ ഒരു കൗതുക കാഴ്ച. ഇങ്ങനെ ചായ കൊടുക്കണേ വീഡിയോസിൽ മാത്രം കണ്ടിട്ടുള്ളൂ. അപ്പോൾ കണ്ടപ്പോൾ ഇതിലും കൂടെ ആഡ് ചെയ്യാമെന്ന് തോന്നി. പിന്നെ ഇതാ ഇരുട്ടാവാൻ തുടങ്ങിയപ്പോൾ അവിടെ ആകെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ. അത്യാവശ്യം ക്രൗഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നടന്നു പോകുമ്പോൾ ഇതാ ഒരു ഷോപ്പിൽ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഞാൻ പണ്ട് കാണാറുണ്ടായിരുന്നു കേട്ടോ, ചെറുതായി നിന്ന്. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കാണ് നമ്മളെ മലയാളത്തിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എനിക്ക് അതായിട്ട് തോന്നിയത്. അവിടെ അങ്ങനത്തെ കുറേ അത്ഭുത വിളക്കുകൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ടീ ടൈമിൽ നിന്ന് ചായയും ക്ലബ് സാൻഡ്വിച്ചൊക്കെ മേടിച്ചൊരു സ്ഥലത്ത് വന്നിരുന്നു കേട്ടോ. പക്ഷേ ടീ ടൈമിന് മുന്നിൽ തന്നെ ഇങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ല ഇരിക്കാൻ. അപ്പോൾ നമ്മൾ വേറൊരു ഷോപ്പിൻ്റെ ഇങ്ങനെ ചെയർസിലായിട്ട് പോയിരുന്നത്. അതുകൊണ്ട് തന്നെ അവിടുന്ന് സാധനം മേടിക്കണം, അവിടെ ഇരിക്കണം. അവിടെ ഇരിക്കുമ്പോൾ അവിടുന്ന് സാധനം മേടിക്കണം. അപ്പോൾ നമ്മളൊരു ഓറഞ്ച് ജ്യൂസ് മേടിച്ചു. അവർക്ക് ഇനി ഒരു ബുദ്ധിമുട്ടാവണ്ട, നമ്മളവിടെ ഇരുന്നിട്ട് വെച്ചിട്ട് അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അത്രയും ക്രൗഡായിട്ടുള്ള സ്ഥലം, അവിടെ അങ്ങനെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സ് വെറുതെ കൊടുക്കാന്ന് പറയുന്നത് അവർക്ക് നഷ്ടം തന്നെയാണല്ലോ. പക്ഷെ എന്തായാലും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രൗഡ്സ്, അങ്ങനെ സൈഡിൽ കൂടി നടന്നു പോവുക, നമ്മളവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക, അതൊക്കെ വേറെ ഒരു വൈബ് തന്നെ ഇരുന്നിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ബലൂൺ വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ബലൂൺ മേടിച്ചെടുക്കാം കേട്ടോ. അവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഉണ്ടായാലും മാഷ, മിക്കി മൗസ് അങ്ങനെയൊക്കെ ഉണ്ട്, എയ്റോപ്ലെയിൻ. പക്ഷെ ഓൾക്ക് അതൊന്നും വേണ്ട, ഓൾക്ക് ബോള് വേണം, ബോള്. അത് നോക്കി തിരഞ്ഞെടുത്ത് ഓൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് ബോള്. അപ്പോൾ ബോളും പിടിച്ചും കൊണ്ട് ഓളത്തേക്ക് നടക്കുകയാണ് കേട്ടോ. പിന്നെ അവിടെ എവിടെ നടക്കുമ്പോഴും അടുത്തടുത്തായിട്ട് തന്നെ ഫുഡ് കോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ളതും മോഡേൺ ആയിട്ടുള്ളതൊക്കെ ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ നമ്മുടെ തുർക്കിഷ് ഐസ്ക്രീം കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട്, ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ഫസ്റ്റ് തന്നെ അപ്പോൾ എനിക്ക് ട്രൈ ചെയ്ത് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ്. ഞാൻ കരുതി അവൾ കരയേക്കാരൻ കയ്യിൽ ഐസ്ക്രീം കൊടുക്കാത്തതുകൊണ്ടെന്ന്. പക്ഷെ അവൾ കരഞ്ഞൊന്നും ചെയ്തില്ല കേട്ടോ. അയാൾ അങ്ങനെ ഓരോന്നൊക്കെ കാണിച്ചിട്ടും അവൾക്കൊരു പ്രശ്നമില്ല കേട്ടോ. അവൾ കൂളായിട്ട് നിന്ന് അയാൾക്ക് പിന്നെ ഐസ്ക്രീമൊക്കെ മേടിച്ച് സമാധാനത്തിന് പോയിരുന്ന് കഴിച്ചിട്ടാണ്. പിന്നെ ഇവിടെ എത്തിയ സ്ഥിതിക്ക് ട്രൈ ചെയ്ത് പോകുന്നത് മോശമല്ലായിരുന്നു. പിന്നെ ഞാനൊന്ന് ട്രൈ ചെയ്തിട്ടാണ്.
ഞാൻ ആ കൊള്ളിമന്ന് കുറേ പിടിച്ച് വലിക്കാനൊക്കെ നോക്കി, പക്ഷെ കിട്ടിയില്ല. എൻ്റെ പിടിയും വലിയ കണ്ടിട്ട് അയാൾ ലാസ്റ്റ് തന്ന്. എന്തായാലും നല്ല ടേസ്റ്റുള്ളൊരു ഐസ്ക്രീം എന്നിട്ട് ഒരു വ്യത്യാസം തോന്നി. നല്ല ക്രീമി ടെക്സ്ചറൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരു സാധാരണ ഐസ്ക്രീം പോലെയല്ല. അങ്ങനെ ഐസ്ക്രീമും കഴിച്ചിട്ട് നമ്മൾ സൂക്ക് വാക്കിഫിൽ നിന്ന് ബൈ ബൈ പറഞ്ഞിട്ടാ. ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ കേട്ടോ. കാരണം അന്ന് പെരുന്നാളിൻ്റെ 2ാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ അവിടെ ഫയർ വർക്ക്സ് ഉണ്ട് പറഞ്ഞു. അപ്പോൾ നമ്മൾ നിന്നിരുന്ന സൈഡും ഒരു കോർണിഷ് സൈഡ് തന്നെയായിരുന്നു, പക്ഷേ ഇത് വേറൊരു ഭാഗത്താണ് പറഞ്ഞപ്പോൾ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് പിന്നെ എന്നെ കൂടി കാണാതെ പോയാൽ മോശമല്ലേ. അപ്പോൾ പിന്നെ അങ്ങോട്ട് പോകാനും കൂടി കരുതിട്ടാ. അങ്ങനെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എപ്പോഴാണ് ഈ ഫയർ വർക്ക് എന്നുള്ളതൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ 10 മണിക്കാണെന്നൊക്കെ അറിഞ്ഞു. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോൾ ഒരു 7 മണി ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നും ടൈം ഉണ്ടല്ലോ, ഇനിയുള്ളതുകൊണ്ട് തന്നെ ഒതുങ്ങിക്കൂല. അപ്പോൾ പിന്നെ ഒരു പാർക്കിനുള്ളിൽ കയറിയിട്ടാ. അവിടെ എത്തിയപ്പോൾ ആൾ ഹാപ്പി ആയിട്ട്, കാരണം കുറേ കളിക്കുന്ന സാധനങ്ങളും കുട്ടികളൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ പിന്നെ നമ്മളൊരു സൈഡ് നോക്കി അവിടെ ഇരുന്നിട്ടാ. ഞങ്ങളവിടെ ഇരുന്ന് സംസാരിക്കുമ്പോഴാട്ടോ ഒരാൾ ഞങ്ങളടുത്ത് വന്നിരിക്കണേ. ആൾക്ക് പരിചയക്കുറവൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് പരിചയമില്ല. ഏത് ഇവിടെ കുട്ടിയാണ് അത് വന്നിരുന്ന് ഓൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഞങ്ങളടുത്ത് നിന്ന് കഴിച്ച് ഓള് പിന്നെ പോയിട്ടാ. എൻ്റെ ഉമ്മ ഞങ്ങളെടുത്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ നമ്മുടെ ഫയർ വർക്ക്സ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഖത്തറിനോട് ബൈ ബൈ പറഞ്ഞ് ഇതിൻ്റെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് നമ്മളങ്ങനെ തിരിച്ച് നേരെ ദമാമിലോട്ട്. അങ്ങനെ 3 മണിക്കൂറിന് ശേഷം നമ്മൾ നേരെ റൂമിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂട് കഞ്ഞിയും ഓംലെറ്റും സലാഡും തലേ ദിവസത്തെ പെരുന്നാളിൻ്റെ ബിരിയാണി ചൂടാക്കിയത് കേട്ടോ നമ്മൾ കഴിച്ചത്. കാരണം പിന്നെ ഫുഡ് പുറത്തുനിന്ന് ആക്കണ്ടാക്കരുത്, കാരണം പുറത്തുനിന്ന് കഴിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇൻഷാ അള്ളാ കാണാം. ബൈ.